ജനതാ പാർട്ടിയുടെ സമരം തുടരുകയാണ്. പ്രതിഷേധ വേദിയിൽ CPI നേതാവ് ആനി രാജയ്ക്ക് നേരെ കയ്യേറ്റം. RSS അനുകൂല മുദ്രാവാക്യം വിളിച്ച ചിലർ പിടിച്ചു തള്ളി. കയ്യേറ്റത്തെ തുടർന്ന് ആനി രാജ നിലത്തു വീണു. ആനി രാജയ്ക്ക് നേരെ കയ്യേറ്റം. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാണ്. നമുക്ക് ഇവിടെ നിൽക്കണ്ട പോ. അഴുക്കപ്പെണ്ണ് അഴുക്കെന്ന് പറഞ്ഞാൽ വെറും അഴുക്ക. വിളിച്ച ചിലർ പിടിച്ചു തള്ളി. കുട്ടിക്ക് മലയാളം അറിയില്ലാന്ന് തോന്നുന്നു. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? കറക്റ്റാ, തട്ടിക്കോ. അത് ശരിയാ, നമ്മൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുട്ടിക്ക് മലയാളം അറിയാം. ഈ CJPയുടെ പ്രൊട്ടസ്റ്റിന്റെ വേദിയിൽ ആ സമയത്ത് ഈ RSSനെ നിങ്ങൾ എന്തിനാണ് RSSനെതിരെ എന്തിനാണ് മുദ്രാവാക്യം വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കഴിയെ പോണ വയ്യാവേലിയെല്ലാം മുതലാളിയുടെ തലയിലാണല്ലോ വീഴുന്നത്. ഒരു പറ്റം ചെറുപ്പക്കാർ അവര് വന്ന് ഞങ്ങളെ ആദ്യ ഇതിൽ നമ്മളെ പുറകിൽ നിന്ന് പുഷ് ചെയ്ത് തള്ളിയിടാൻ നോക്കി. അവിടെ നിന്ന് പോലീസുകാർ വന്ന് ഇവരെ മാറ്റിക്കൊണ്ടുപോയി. വീണ്ടും ഇവര് ഒരു വലിയ ഗ്രൂപ്പ് വന്ന് ഞങ്ങളെ, അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ്. എന്ത് തെമ്മാടത്തിനും കാണിക്കാവുന്നു. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ എല്ലാവർക്കും മുദ്രാവാക്യം വിളിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടും ഇവർ കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങളെ പുറകിൽ നിന്ന് തള്ളി ഒരുപാട് പുഷ് ആൻഡ് പുൾ എന്നുള്ള രീതിയിൽ അവർ ഒരുപാട് മോശം വാക്കുകൾ. ഞാൻ വീണില്ല. കയ്യേറ്റത്തെ തുടർന്ന് ആനി രാജ നിലത്തു വീണു. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ആനി രാജ നിലത്തു വീണു. ഞാൻ വീണില്ല. യങ് കോംറേഡും അതുപോലെ തന്നെ ഞങ്ങളുടെ ദേശീയ മഹിളാ ഫെഡറേഷന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നിഷ സിദ്ധു ഇവരെയും ഭയങ്കരമായിട്ട് തള്ളി വീഴിച്ച് അവരുടെ കാലിന് സ്പ്രെയിൻ ആയിരിക്കാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പോലീസുകാരോട് ഷർജിലിന്റെ എന്തൊക്കെയോ പേര് പറഞ്ഞ മുദ്രാവാക്യം അവർക്ക് വേണ്ടി ഞങ്ങൾ ബാബാ സാഹബ് അംബേദ്കർ, ഫൂലെ, സംവിധാൻ ഇതൊക്കെ ചേർത്താണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചാലും. ബാബാ സാഹബ് അംബേദ്കർ, ഫൂലെ, സംവിധാൻ ഇതൊക്കെ ചേർത്താണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചാലും. സംശയമൊന്നുമില്ലല്ലേ?